എനിക്ക് ലളിതമായ 4 ചോദ്യങ്ങൾ ഇപ്പോൾ ഈ സുജയ പറഞ്ഞതിൽ നിന്ന് എനിക്ക് സുജയോട് ചോദിക്കാനുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ അഭിപ്രായത്തിലേക്ക് വരാം. ഒന്ന്, മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം നൽകാത്തത്? 2 ചോദ്യങ്ങൾ അതിൽ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, അന്ന് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ 5 മാസം കൊണ്ട് 41 ലക്ഷം വോട്ടർമാരാണ് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയത്. 2014-നും 2019-നും ഇടയിൽ 32 ലക്ഷം പുതിയ വോട്ടർമാർ കൂട്ടിച്ചേർക്കപ്പെടുന്നു. 5 മാസങ്ങൾ കൊണ്ട് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാലയളവിൽ 41 ലക്ഷം വോട്ടർമാർ കൂട്ടിച്ചേർക്കപ്പെടുന്നു. മൊത്തം കണക്കെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ പ്രായപൂർത്തിയായ വോട്ടർമാരെക്കാൾ കൂടുതൽ ആളുകളുടെ എണ്ണം വോട്ടർ പട്ടികയിൽ എങ്ങനെ വന്നു? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി കൊടുത്തിട്ടുണ്ടോ? ഇൻ റൈറ്റിംഗ് തരാൻ പറഞ്ഞു, കൊടുത്തിട്ടുണ്ടോ? പലതവണ പ്രസ് കോൺഫറൻസിൽ അടക്കം അടക്കമല്ല ഡോക്ടർ, പ്രസ് കോൺഫറൻസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് 4 കത്തുകൾ അയച്ചു. എന്താ മറുപടി? ഇവേസീവായ മറുപടിയാണ്. ഇവേസീവായ മറുപടി. ഇതിന് കൃത്യമായ രേഖകൾ, കൃത്യമായി ഇതാരാ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? നോക്കൂ, ഒരു ലളിതമായ ചോദ്യമല്ലേ. നിങ്ങളൊരു സംസ്ഥാനത്തുള്ള പ്രായപൂർത്തിയായ ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്നു. അതും 5 മാസം കൊണ്ട് 41 ലക്ഷം പേര് കൂട്ടിച്ചേർക്കപ്പെടുന്നു. എങ്ങനെ സാധിക്കും? ക്വസ്റ്റ്യൻ നമ്പർ 1 ഉത്തരവില്ലല്ലോ. അവിടെ നിൽക്ക്. ഉത്തരമില്ലല്ലോ എന്നുള്ള ആട്രിബ്യൂഷൻ വേണ്ട. ഞാൻ എങ്ങനെ സാധിക്കും എന്നുള്ളത് അത് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതാണ്. അല്ലാതെ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഉത്തരവില്ല എന്നുള്ളതല്ല. ഡോക്ടർ ഈ രീതിയിൽ എന്നെ അപമാനിക്കുന്ന രീതിയിൽ അതേ തന്ത്രമാണ്. അങ്ങനെയാണെങ്കിൽ എന്നോട് ചോദ്യം നമ്പർ 2 ഞാൻ എന്റെ അഭിപ്രായം രാഹുൽ ഗാന്ധിയുടെ ചോദ്യം അടിക്കാനായിട്ട് ഇങ്ങോട്ട് ചോദ്യം വേണ്ട. അസഹിഷ്ണുത വേണ്ട. താങ്കൾക്ക് വേണ്ട. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ പ്രധാനമന്ത്രിയൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ പറ്റില്ലെന്നേ. 25 മണ്ഡലങ്ങളും കൂടി ഒരു നിമിഷം സുജയ, രണ്ടാമത്തെ ചോദ്യം. രാഹുൽ ഗാന്ധി ഇൻ റൈറ്റിംഗിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടതാണ് 12,000-ഓളം വരുന്ന ബൂത്തുകളിൽ 85 മണ്ഡലങ്ങളിൽ മഹാരാഷ്ട്രയിൽ 5 മണിക്കു ശേഷം അസാധാരണമായ വിധത്തിൽ പോളിംഗ് ശതമാനം ഉയർന്നു കണ്ടു. 58% ഉണ്ടായിരുന്ന പോളിംഗ് 5 മണിക്ക് ശേഷമുള്ള വോട്ടിങ്ങിലൂടെ 66% ഉയർന്നു മഹാരാഷ്ട്രയിൽ. ആ 5 മണിക്ക് ശേഷമുള്ള CCTVയുടെ ഫുട്ടേജ് എവിടെ? ഇൻ റൈറ്റിംഗ് എഴുതി കൊടുത്തത് എന്താ? കൊടുത്ത മറുപടി എന്താ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു നിലവിലുള്ള ചട്ടപ്രകാരം CCTVയുടെ കോപ്പികൾ കൊടുക്കാൻ കഴിയില്ല. ഹരിയാനയിൽ ഏതോ ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ ചട്ടം മാറ്റി. ഇതറിയാനുള്ള അവകാശം പ്രതിപക്ഷ നേതാവിനില്ലേ? ഇതറിയാനുള്ള അവകാശം ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിനില്ലേ? ഇന്ത്യയിലെ പൗരനിൽ. ഒരു വർഷം കഴിഞ്ഞു. തോറ്റു. അടുത്ത ബിഹാറിൽ തോൽക്കാൻ പോകുന്നു. അതിന് മുൻപുള്ള മുൻകൂർ ജാമ്യമാണ് എന്ന് മാന്യമായി പറയുക. അല്ല, ഡോക്ടർ അരുൺ അത് അടിച്ചേൽപ്പിക്കാൻ നോക്കണ്ട. താങ്കൾ സർവ്വജ്ഞാനകോശമാണെന്ന് സ്ഥാപിക്കാനും നോക്കേണ്ടതില്ല. താങ്കൾ ഉത്തരവില്ലല്ലോ. വ്യക്തിപരമായ അധിക്ഷേപത്തോടാണ് ചോദ്യങ്ങൾ ഇല്ലാതാകുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് ചോദ്യം അല്ലാതെ റൈറ്റിംഗ് കൊടുക്കാൻ കഴിയില്ല. ഒരു വ്യവസ്ഥയെ ബഹുമാനിക്കില്ല. കോടതിയിൽ പോയി എത്ര തവണയാണ് തോറ്റ് തിരിച്ചു വന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെ സുജയം പെരുമാറരുത് പ്ലീസ്. നോക്കൂ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞാൻ രാഹുൽ ഗാന്ധിയെ പോലെ പെരുമാറുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. I am proud of being ഇന്നത്തെ ദിവസം ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ഉശിരുള്ള പ്രതിപക്ഷ നേതാവിനെയാണ് കണ്ടത്. ഏറ്റവും ഉശിരുള്ള പ്രതിപക്ഷ നേതാവിനെ ഒരു മണ്ഡലത്തിൽ അഭിമാനത്തോടു കൂടി ഞാൻ പറയും. രാഹുൽ ഗാന്ധി ഇന്ന് ഉയർത്തിയ ചോദ്യങ്ങൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാനും എൻ്റെ സഹപ്രവർത്തകരും പരാജയപ്പെട്ടു പോയിടത്ത് നിന്നാണ് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ആ പാർട്ടിയിലൂടെ ഈ ചോദ്യങ്ങൾ ഉയർത്തിയത്. ചെറിയ ചോദ്യങ്ങളല്ല. ഞാൻ 2 ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ സുജയ അസ്വസ്ഥയായി. എനിക്ക് ഇനിയും ഉണ്ട് ചോദ്യങ്ങൾ. അതിന് ഈ കർണാടകയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൊത്തം 25 മണ്ഡലങ്ങളിൽ കണക്കെടുത്ത് നോക്കിയാൽ 5000-നും 10,000-നും ഇടയിൽ 5000-നും താഴെ BJP വിജയിച്ച് കഷ്ടിച്ച് കടന്നുകൂടിയ മണ്ഡലങ്ങളുണ്ട്. BJPക്ക് എത്രയാ കഴിഞ്ഞ തവണത്തെ 2024 ലോക്സഭാ സീറ്റ്? 240. ഇന്ത്യ മുന്നണിക്കോ 234. ഇന്ത്യ മുന്നണിയെ സഖ്യമായും BJPയെ കക്ഷിയായും എടുത്താൽ 6 സീറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഇന്ത്യ മുന്നണിയും BJP എന്ന് പറയുന്ന ഗ്രാൻഡ് പാർട്ടി ഇന്നത് ഭരിക്കുന്നത് തെലുങ്കുദേശം പാർട്ടിയുടെയും JD-യുടെയും തോളത്ത് കൈയിട്ടുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അതാണ്. നോക്കൂ, അപ്പോൾ സ്വാഭാവികമായും 2024 തെരഞ്ഞെടുപ്പിന്റെ ബയോഎൻസി, തെരഞ്ഞെടുപ്പിന്റെ സ്പിരിറ്റ് കിടക്കുന്നത് എവിടെയാണെന്ന് പ്രേക്ഷകർക്ക് എല്ലാം അറിയാം.
കേവലം 6 സീറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. അതാണ് 2024 ശരിയാ, നിങ്ങൾ രാഹുൽ ഗാന്ധിയെ പോലെ തന്നെയാ അതിൽ 5 മണ്ഡലങ്ങൾ 8 മണ്ഡലങ്ങൾ കണക്കെടുത്ത് നോക്കിയാൽ 5000-ൽ താഴെയാണ് BJP-യുടെ ഭൂരിപക്ഷം. ഇന്ന് രാഹുൽ ഗാന്ധി പറയുന്ന ഒരു കാര്യമുണ്ട്, 33,000-ൽ താഴെ ഭൂരിപക്ഷമുള്ള 25 മണ്ഡലങ്ങൾ റിഗ് ചെയ്താൽ അഥവാ അതിൽ അതിക്രമം കാണിച്ചാൽ BJP-ക്ക് അധികാരത്തിൽ വരാൻ പറ്റും. കാര്യം 240 സീറ്റുകളാണ്. ആ ഭൂരിപക്ഷത്തിന് വേണ്ടത് എത്രയാ? 31 സീറ്റുകൾ കൂടി വേണം. 271 സീറ്റുകൾ വേണം. 33,000-ൽ താഴെ ഭൂരിപക്ഷമുള്ള 25 മണ്ഡലങ്ങൾ സംശയിക്കുന്നു അത് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചതാണോ. അതിൻ്റെ കേസ് സ്റ്റഡി ആയിട്ടാണ് കർണാടകയിലെ ബാംഗ്ലൂർ സെൻട്രൽ കോൺസ്റ്റിറ്റ്യുവൻസി എടുക്കുന്നത്. ബാംഗ്ലൂർ സെൻട്രൽ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പ്രത്യേകത എന്താ? എൻ്റെ ഒരു ഒറ്റ ചോദ്യമേ ഉള്ളൂ, വളരെ ലോജിക്കലായ ചോദ്യമാണ്. നമുക്ക് മഹാദേവ്പുരയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ചരിത്രം തന്നെ എടുക്കാം. മഹാദേവ്പുര കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 2018-ൽ നിയമസഭയിൽ 70,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതൊരു BJP മണ്ഡലമാണ്, ഞാൻ സമ്മതിക്കുന്നു. ഇപ്പോൾ അവിടെ ജയിച്ചു കയറിയ മഞ്ജുള MLA, ആ മഞ്ജുള MLAയുടെ ഭൂരിപക്ഷം 44,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. നോക്കൂ, 44,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അവിടെ ഒരു MLAക്കുള്ളത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ ജിമ്മി വിശദീകരിച്ചതുപോലെ 8 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണക്കെടുത്ത് നോക്കിയാൽ 5 ഇടങ്ങളിൽ വിജയിച്ചു നിൽക്കുന്നതാരാ? ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ് എന്നത് കാണാം. ആ ഇന്റർനാഷണൽ കോൺഗ്രസ് ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും കൂടി കണക്കെടുത്ത് നോക്കുമ്പോൾ 85,000 വോട്ടിന് ബാംഗ്ലൂർ സെൻട്രലിൽ വിജയിച്ചു നിൽക്കാൻ ലീഡ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് മഹാദേവ്പുര എന്ന കോൺസ്റ്റിറ്റ്യുവൻസി എണ്ണുന്നത്. മഹാദേവ്പുര എന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവിടുത്തെ MLAക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത്, ഇപ്പോഴുള്ള മഞ്ജുളയ്ക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 44,000 വോട്ടാണ്. 2018-ൽ 70 അല്ല 17,000 ആണ്, 17,000 വോട്ടാണ് കിട്ടിയത്. അപ്പോൾ പരമാവധി ആ മണ്ഡലത്തിൽ BJPക്ക് ഒരു MLAക്ക് കിട്ടിയ വോട്ട് 44,000 വോട്ട് 2023-ൽ കിട്ടിയ വോട്ടാണ്. 2018-ൽ കിട്ടിയതാവട്ടെ, അരവിന്ദന് കിട്ടിയതാവട്ടെ 17,000 വോട്ടാണ്. ാണ് 100,000 വോട്ടിന്റെ ലീഡ് ഒരു മണ്ഡലത്തിൽ ഉണ്ടാവുന്നു. അസ്വാഭാവികതയില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഒറ്റ കാര്യം. അതായത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരളത്തിൽ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ഡാറ്റ നമുക്കൊന്ന് നോക്കാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയ ലീഡ് 11,000+ ആണല്ലോ. അവിടെ പ്രിയങ്ക ഗാന്ധിക്ക് അതിന് മുൻപ് നടന്ന ബൈ ഇലക്ഷനിൽ കിട്ടിയത് 95,000 വോട്ട്. അങ്ങനെയാണെങ്കിൽ അതും റിഗിംഗ് അല്ലേ? പ്രിയങ്ക ഗാന്ധി എങ്ങനെയാണ് ജയിച്ചത്? പ്രിയങ്ക ഗാന്ധി എങ്ങനെയാണ് ജയിച്ചത്? നിലമ്പൂരിലെ UDF തന്നെയാണ് ജയിച്ചത്. അല്ല, ഞാൻ പറഞ്ഞു 11,000 95,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചു. അവിടെ അൻവർ കൂടി മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി നിലമ്പൂരിൽ വിജയിക്കുന്നു. ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും, അതായത് നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രമാണോ പ്രിയങ്ക ഗാന്ധി ലീഡ് നേടിയത്? ബാക്കിയുള്ള മണ്ഡലങ്ങളിലെല്ലാം പ്രിയങ്ക ഗാന്ധി ആയിരുന്നില്ലേ ലീഡ്? ബാംഗ്ലൂർ അങ്ങനെയല്ല. ബാംഗ്ലൂരിൽ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ലീഡ് എത്തി നോക്കിയാൽ 85,000 വോട്ടിന് BJP സ്ഥാനാർത്ഥി പുറകില PC മോഹൻ. ഈ വയനാട് മണ്ഡലത്തിൽ അങ്ങനെയായിരുന്നോ? നമുക്ക് ഈ തെളിവുകളുമായി ചേർത്തല്ലേ നോക്കാം. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ദാ വരുന്നു, എത്ര കൃത്യമായ കണക്കുകളാണ് രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചത്. ആ ചോദ്യങ്ങൾ ചെറുതാണ്, എത്ര ഫേക്ക് കണക്കുകളാണ്. ഞാനൊരു ആളുടെ പേര് പറയാം, ഗുർക്കി രാജ് സിംഗ് എന്നാണ് ഒരാളുടെ പേര്. അയാൾക്ക് 116-ാമത്തെ ബൂത്തിൽ വോട്ടുണ്ട്, 124-ാമത്തെ ബൂത്തിൽ വോട്ടുണ്ട്, 125-ാമത്തെ ബൂത്തിൽ വോട്ടുണ്ട്, 126-ാമത്തെ ബൂത്തിലും വോട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരാളുടെ പേരാണ്. ഇങ്ങനെയുള്ള എത്ര ഫേക്ക് ഐഡികളുടെ കാര്യമാണ് പറഞ്ഞതെന്നറിയാമോ? ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ 11,965 പേർ. 11,965 പേർ. ഇലക്ഷൻ കമ്മീഷൻ ഈ കണക്കുകൾ പരിശോധിക്കുമോ എന്നതാണ് ചോദ്യം. വ്യാജ അഡ്രസ്സിലെ വ്യാജ വോട്ടർമാർ 40,009 പേർ. 40,000 വ്യാജ അഡ്രസ്സ്. അതിലൊരു അഡ്രസ്സ് എന്ന് പറയുന്നത് ബ്രൂവറിയോ മറ്റോ ആണ്. കടകൾ ഇല്ലാത്ത അഡ്രസ്സ്. പല അഡ്രസ്സും നോക്കുമ്പോൾ വീട്ടുപേര് 0, വീട്ടുപേരിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ബീർ പാർലർ അടക്കമുള്ള ഒറ്റമുറികളിൽ ചേർക്കപ്പെട്ട വോട്ടർമാർ 10,452. ഫോട്ടോ പോലും ഇല്ലാത്ത വോട്ടർമാർ 4,132. ഫോം 6 വഴി വന്ന വ്യാജ വോട്ടർമാർ 33,692. മൊത്തം കൂടി കണക്കിലെടുത്താൽ 1,280,000 വ്യാജ വോട്ടുകൾ. ആകെ കിട്ടിയ ഭൂരിപക്ഷം അവിടെ നോക്കൂ, 85,000 മറികടക്കാൻ വേണ്ടി 1,00,000 വോട്ടുകൾ മോഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ്. കണക്കാണോ ഈ കണക്കുകളിൽ? എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ തർക്കിക്കുന്നത്? അതാണ് എന്നെ മനസ്സിലാവാത്തത്. രാഹുൽ ഗാന്ധി മൂന്നാമത്തെ ചോദ്യം, 4 ചോദ്യമാണ് താങ്കളോട് ചോദിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് വോട്ടർ പട്ടിക ചോദിക്കുന്നു. ആ വോട്ടർ പട്ടിക കോപ്പി പ്രൂഫായി, സ്കാൻ പ്രൂഫായി കൊടുത്തത് എന്തുകൊണ്ടാണ്? അഥവാ അതൊരു ഒപ്റ്റിക്കൽ ലെൻസ് വെച്ച് പോലും വായിക്കാൻ കഴിയാത്ത, ഒപ്റ്റിക്കൽ റീഡർ വെച്ച് പോലും വായിക്കാൻ കഴിയാത്ത രീതിയിൽ അതെന്തിനാണ് നിങ്ങൾ പ്രൂഫ് ചെയ്ത് കൊടുത്തത്?
ഒരു അത് മെഷീൻ രാഹുൽ വായിക്കാൻ ഗാന്ധിക്കല്ല, പറ്റാത്ത രാഹുൽ രീതിയിൽ ഗാന്ധിക്കെന്നല്ല, എന്തുകൊണ്ടാണ് ഈ സോഫ്റ്റ് കോൺഗ്രസിനെന്നല്ല, കോപ്പി? BJP അതായത് ചോദിച്ചാലും അങ്ങനെ തെരഞ്ഞെടുപ്പ് കിട്ടും. കമ്മീഷൻ വിചാരിച്ചാൽ BJP ചോദിച്ചാലും അങ്ങനെ നോക്കൂ, കിട്ടും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിചാരിച്ചാൽ ഡോക്ടർ അരുൺ, സുഭാഷ് രാമറാവു വാംറയ്ക്കും കൊടുക്കുന്ന അതേ രീതിയിലാണ്. മിനിറ്റ് കൊണ്ട് അവർക്ക് പരാതിയില്ലെന്ന് ജയിച്ച ആൾക്കാണോ പരാതി? അല്ല, 3 മിനിറ്റ് കൊണ്ട് തോറ്റയാളാണ് സുഭാഷ്. 3 മിനിറ്റ് കൊണ്ട് തോറ്റയാളായ സുഭാഷ് 3 കൊടുത്ത അതേ മിനിറ്റ് കൊണ്ട് രീതിയിലാണ്. 3 മിനിറ്റ് കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ ഡാറ്റ മുഴുവൻ ക്രോസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഏതൊക്കെ- ഡിജിറ്റൽ ഇന്ത്യയിലാണ്. 3 മിനിറ്റ് കൊണ്ട് ഡിജിറ്റൽ ഒരു കാരണവശാലും വായിക്കരുത്. അപ്പൊ 3 മിനിറ്റ് കൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഡീകോഡ് ചെയ്യാവുന്ന ഡാറ്റ ഒരു കാരണവശാലും മനുഷ്യ അസാധ്യമെന്ന് കരുതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു കോൺഗ്രസിനെ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിപക്ഷ നേതാവിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, രാഹുൽ ഗാന്ധി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, അവരുടെ ടീമിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. എന്നിട്ട് 300 കിലോഗ്രാം ഭാരത്തോളം വരുന്ന ഒരു വലിയ 7 അടി ഉയരമുള്ള വോട്ടർ പട്ടിക, അതാണ് ആ ചിത്രം കാണിച്ചത്. 7 അടി ഉയരമുണ്ട്, ഒരു മനുഷ്യനേക്കാൾ ഉയരമുണ്ട് ഈ പറയുന്ന വോട്ടർ പട്ടിക ലിസ്റ്റിന്. അതെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, പോയി നോക്കിക്കോ എന്നാ പറഞ്ഞത്. ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ എടുത്ത തീരുമാനം പോലെ ഇങ്ങനെ ജനാധിപത്യത്തിനെ ആ രീതിയിൽ സങ്കീർണമാക്കി മാറ്റി. ഒരു കാരണവശാലും പ്രതിപക്ഷ നേതാവ് വായിക്കില്ലെന്ന് ധരിച്ചുപോയി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെറ്റുപറ്റി. രാഹുൽ ഗാന്ധിയും സംഘവും 40ഓളം വരുന്ന ടീം അതിരുന്ന് ഡീകോഡ് ചെയ്ത് പേജ് വൈസ് മറിച്ചു നോക്കി. ഒരു സ്കാൻ മെഷീനിലും അത് തെളിയില്ല, ഒരു ഒപ്റ്റിക്കൽ റീഡർ വെച്ചും വായിക്കാൻ പറ്റില്ല. വായിക്കരുത് എന്ന് നിർബന്ധമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്. അതാണ് ഇങ്ങനെ കൊടുത്തത്. എന്തിനു വേണ്ടി അങ്ങനെ കൊടുത്തത്? ഈ രാജ്യത്തെ വോട്ടർ പട്ടിക പരിശോധിക്കാൻ രാജ്യത്തെ ഒരു പൗരന് അവകാശമില്ല. എല്ലാ പൗരനും അവകാശം, എല്ലാവർക്കും എല്ലാവർക്കുമുണ്ട്. എല്ലാവർക്കും അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല, രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രിവിലേജും ഇല്ല. എന്തുകൊണ്ട് നിഷേധിച്ചു? എന്തുകൊണ്ടത് നിഷേധിച്ചു? ലോജിക്കലായ ഒരു ഉത്തരം പറയൂ. അവരുടെ മാനദണ്ഡം അതിന്റെ എന്താ ലോജിക്കൽ റീസൺ പറയൂ. ജനാധിപത്യ രാജ്യത്ത് ഒരു വോട്ടർ പട്ടിക ഒരു സ്കാനിംഗ് മെഷീൻ വെച്ച് പോലും നിങ്ങൾ പരിശോധിക്കരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കാക്കിയതിന് ഉദ്ദേശം എന്താ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് മറക്കാറുള്ളത്? അതിന് 70 വയസ്സുള്ള ഒരു വോട്ടർ കന്നി വോട്ടറായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോകുന്നത്. ആർക്കും അസാധാരണമായി ഒന്നും തോന്നുന്നില്ല, ബൂത്ത് ലെവൽ ഓഫീസർക്ക് തോന്നുന്നില്ല. 70 വയസ്സുണ്ട്, കന്നി വോട്ടറാ. 70 വയസ്സുള്ള കന്നി വോട്ടർ. അങ്ങനത്തെ 33,000-ന് മുകളിൽ ആളുകൾ ഉണ്ടെന്നുകൂടെ ഓർക്കണം. 33,000 പേരാണ്, 1-2 അല്ല. കന്നി വോട്ടർമാരുടെ ഇല്ല, തീർന്നില്ല. അപ്പൊ നോക്കൂ, ഈ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇതെല്ലാം ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ഇത് ഒരു ലോക്സഭാ മണ്ഡലത്തിന്റെ കണക്കാണെങ്കിൽ 25 ലോക്സഭാ മണ്ഡലങ്ങളിൽ 33,000 വോട്ടിൽ താഴെ നിൽക്കുന്ന മണ്ഡലങ്ങളിലും സമാനമായ രീതിയിലുള്ള കൃത്രിമം നടന്നിട്ടുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുമ്പോൾ ഇന്ത്യ രാജ്യം വിശ്വസിക്കാവുന്ന തരത്തിലുള്ള മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതിന്റെ തലേ ദിവസം വന്ന ഒരു സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതുകൊണ്ടാണ് നമ്മൾ ജനുവരി 25 വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ നിലനിർത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മുട്ടിടിച്ചു നിൽക്കുകയല്ല വേണ്ടത്, മറുപടി നൽകി. ഇന്ത്യൻ മുട്ടുപിടിച്ചു നിൽക്കുക. ഒരു മറുപടിയില്ല, ഈ ചോദ്യത്തിന് മറുപടിയില്ല. ഫേക്ക് വോട്ടർമാരുണ്ടോ? രേഖാമൂലം തരാനാണ്. ഈ കണക്കുകളെല്ലാം നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാം. കണ്ടെത്തി നിങ്ങൾ കണക്ക് വരുമോ? ഇതല്ല, ഇതുപോലുള്ള 25 മണ്ഡലങ്ങളിലും കേസ് സ്റ്റഡി നടത്തുമോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്? നടത്തിക്കൂടെ? ഈ രാജ്യത്തിന്റെ ജനാധിപത്യം വിശ്വസനീയമായ രീതിയിൽ കൊണ്ടുപോകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ അശോക് ലവാസ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ രാജിവെച്ചു പോയതെന്ന് നേരത്തെ സൂചിപ്പിച്ചു. എന്തുകൊണ്ടാണ് രാജിവെച്ചു പോയത്? ഒറ്റ കാര്യമേ ഉള്ളൂ. 2019 തെരഞ്ഞെടുപ്പിലെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് വയലേറ്റ് ചെയ്തപ്പോൾ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ നടപടിയെടുക്കുന്നതിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ താല്പര്യം കാട്ടിയില്ല. ആ വിയോജിപ്പിന് പുറത്താണ് അശോക് ലവാസ എന്ന ഉദ്യോഗസ്ഥൻ നേഷൻ ഡെവലപ്മെന്റ് ബാങ്കിലേക്ക് പോയത്. പിന്നീട് നമ്മൾ കണ്ടതെന്താ? സുപ്രീം കോടതി ഉത്തരവിനെ കാറ്റിൽ പറത്തുന്നതല്ലേ കണ്ടത്? ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കുന്നതാരാ? സുപ്രീം കോടതി ഉത്തരവ് പറയുന്നു, പ്രധാനമന്ത്രി, ഒപ്പോസിഷൻ ലീഡർ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഇവർ 3 പേർ ചേർന്ന് തീരുമാനിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ. എന്താ നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞത്? പ്രധാനമന്ത്രി, ഒപ്പോസിഷൻ ലീഡർ, പിന്നെ പ്രധാനമന്ത്രിയുടെ മന്ത്രി, ഈ 3 പേരും കൂടി ചേർന്ന് തീരുമാനിക്കും. അപ്പോൾ 2-1 ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി. 4ാമത്തെ എൻ്റെ ചോദ്യമാണ് സുജയ, വൈ? കഴിഞ്ഞെങ്കിൽ ഞാൻ ഈ വിഷയത്തിൽ ഊതി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ അല്ല, 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് താങ്കളുടെ ക്ലാസ്സിലെ സ്റ്റുഡന്റ് അല്ല ഞാൻ. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു, അത് താങ്കൾക്ക് സമ്മതമല്ല. താങ്കൾ പറഞ്ഞോളൂ, താങ്കളുടെ ഭാഗം കഴിഞ്ഞല്ലോ. ഒരു കാര്യമേ ഉള്ളൂ, രാഹുൽ ഗാന്ധി ഈ ഡിക്ലറേഷൻ ഫോം കൊടുക്കാത്തതിന്റെ ഒറ്റ കാരണം, അറ്റാച്ച്ഡ് ഡിക്ലറേഷൻ ഫോം അത് കൊടുത്തു കഴിയുമ്പോൾ ഫോൾസ് എവിഡൻസ് ഈസ് പണിഷബിൾ അണ്ടർ സെക്ഷൻ 227 ഓഫ് BNS. സെക്ഷൻ 227 ഭാരതീയ ന്യായ സംഹിത പ്രകാരം ശിക്ഷിക്കപ്പെടുമെന്ന് രാഹുൽ ഗാന്ധിക്ക് കൃത്യമായി അറിയാം. മാത്രമല്ല
false declaration in connection with the electoral roll is punishable under section 31 of the Representation of the People Act 1950. തെരഞ്ഞെടുക്കപ്പെട്ട MP ആണ്. ഇതൊക്കെ കൊണ്ട് കൃത്യമായി തെളിവോടുകൂടി സത്യവാങ്മൂലം കൊടുത്താൽ പിടിക്കപ്പെടും. രാഹുൽ ഗാന്ധിക്ക് ഭയമാണ്, പേടിയാണ്. അത് കളവാണ്. രാഹുൽ ഗാന്ധിക്ക് പേടിയാണ്. രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ കൊടുക്കാൻ പോകുന്നില്ല. ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തി ചോദ്യങ്ങൾ ഉയർത്തിയ രാഹുൽ ഗാന്ധി ഉയർത്തിയ ചോദ്യങ്ങൾ കളവാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യമുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തൂടെ? അല്ല, രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം കൊടുക്കാത്ത എന്താ? അത് കൊടുക്കാൻ പറ്റില്ല. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് പാർലമെന്റിലുമല്ല, പുറത്ത്. നാളെ കാണാൻ പോകുന്നത് എന്താ? ഇത് ആർക്കാ പരാതി കൊടുക്കേണ്ടത്? ഈ രാഹുൽ ഗാന്ധിയെ ചൈനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിർത്തി കടന്നിരിക്കുന്നു എന്ന് സംശയം പ്രകടിപ്പിച്ച് വിമർശിച്ചതിന്റെ പേരിൽ ഒരു ഇന്ത്യക്കാരൻ അങ്ങനെ പറയുമോ എന്ന് ചോദിച്ച ന്യായപീഠത്തിന് മുൻപിലാണോ? ഇവിടെ സംവിധാനത്തെ മുഴുവൻ വിലക്കെടുത്തു കഴിഞ്ഞില്ല. അതുകൊണ്ട് ബോംബെ ഹൈക്കോടതിയിലേക്ക് ഒരു ജഡ്ജി വന്നിട്ടുണ്ട്. അതെ, ആ ജഡ്ജിയുടെ യോഗ്യത എന്താണെന്നറിയാമോ? ബിജെപിയുടെ വക്താവാണ്. ന്യായാധിപനായിട്ട് വരുന്ന കാലത്ത് ഈ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണം. എങ്ങനെ സാധിക്കാനാണ്? ഒറ്റ വിഷയമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത കടലാസിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്ന വോട്ടർ പട്ടിക എടുത്തു വെച്ചിട്ട് പറയാണ് അഡ്രസ് ഉണ്ട ഓ, അത് കഴിഞ്ഞ അച്ഛന്റെ പേര് കൈമാറാമല്ലോ. അച്ഛന്റെ പേര് സൂര്യൻ. അച്ഛന്റെ പേര് സദനിൽ നിന്ന് കൊണ്ടുവന്ന രേഖയാ. ആ രേഖ ഒരൊറ്റ കമ്പ്യൂട്ടറിലിട്ട് കോറിലേറ്റ് ചെയ്താൽ മതി. ഇതിനകത്തുള്ള മേൽവിലാസങ്ങൾ, ഇതിലുള്ള ഇരട്ട, ഇതിലുള്ള ഡ്യൂപ്ലിക്കേറ്റ്, ഇതിലുള്ള കന്നി വോട്ടർമാർ കൃത്യമായിട്ട് കിട്ടും. ധൈര്യമുണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്? ഇത് കൊടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് ധൈര്യമുണ്ടോ? കൊടുത്തല്ലോ. പബ്ലിക്കിന് മുന്നിൽ ഒരു ധൈര്യമില്ല. ഈ പ്രസംഗത്തിനപ്പുറം ഒരു ധൈര്യമില്ല. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യം. ഒരു ധൈര്യമില്ല. കഷ്ടം. നാളെ ആയിക്കോട്ടെ. നേരം വിളിക്കും. കടലാസുമായി ആളുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകും. അത് കഴിഞ്ഞ് നമുക്ക് കാണാം. ശരി, നമുക്ക് കാണാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ ജനാധിപത്യം ഉണ്ടാവും എന്നുള്ളതാണ്. ജനാധിപത്യം നരേന്ദ്രമോദി അംഗീകരിക്കാൻ കഴിയാത്ത കുറച്ച് ആളുകൾ നരേന്ദ്രമോദി അംഗീകരിക്കാൻ കഴിയാത്ത കുറച്ച് ആളുകൾ കടലാസും തെളിവും എല്ലാം ഉണ്ടാകും. Meet the editors.